ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അതൊക്കെ മനസ്സിലാണ് മക്കളെ, എല്ലാവരും അടിപൊളിയായിട്ടും സെറ്റായിട്ടും പവറായിട്ടും ഇരിക്കല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് ആണ്, ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അപ്പൊ ഏത് ചാപ്റ്റർ ആണ് നമുക്ക് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിങ് ഡോക്യുമെന്റ്. ഈ ചാപ്റ്ററിന് മക്കളെ ഒരൊറ്റ ചോദ്യ പരീക്ഷയ്ക്ക് വരുള്ളൂ. ഏത് ചോദ്യമാണ്? ഈസ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിങ് ഡോക്യുമെന്റ്. ഈ കാണുന്ന ചോദ്യം അല്ലേ. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലിവിങ് ഡോക്യുമെന്റ് ആണോ എന്ന് ചോദിക്കും. അതിനെ കണക്ട് ചെയ്തിട്ട് അമെൻമെന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പലതര 3 രീതിയിൽ അമെൻമെന്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളും കൂടെ അതുകൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാനാ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലിവിങ് ഡോക്യുമെന്റ് ആണോ. അതിന്റെ മുന്നേ എൻ്റെ മക്കളൊന്ന് കമന്റ് ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂഷൻ ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്നുള്ളത് കമന്റ് ചെയ്യാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കേൾക്കാം. അപ്പൊ മിസ് പറയുമ്പോൾ എന്തായാലും മനസ്സിലാവല്ലോ. അപ്പൊ അതിന്റെ മുന്നേ ഈ പറഞ്ഞ അപ്പം തന്നെ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് യെസ് ഓർ നോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മക്കളെ എന്നാണ് നിലവിൽ വന്നത്? 1950 ജാനുവരി 26 എന്ത് ചെയ്തു? പ്രോപ്പറായിട്ട് നിലവിൽ വന്നു. അന്ന് മുതലാണ് എന്ത് ചെയ്തത്? നിലവിൽ വന്നത്. 70 കൂടുതൽ വർഷങ്ങളായി നമ്മൾ ഇങ്ങനെ ആ ഒരു സെയിം കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചാണ് നമ്മുടെ രാജ്യം ഇങ്ങനെ കടന്നു പോകുന്നത് അല്ലേ. ആൻഡ് ഈ ഒരു ഡോക്യുമെന്റ് പല കാലങ്ങളിൽ സാമൂഹികവും സാമ്പത്തികപരമായ മാറ്റങ്ങൾക്ക് അനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് മോഡിഫിക്കേഷൻസ് കൊണ്ടുവരിക? അമെൻമെന്റ് ഉപയോഗിച്ചാണ്. അമെൻമെന്റ് എന്ന് പറയുന്നത് ഭേദഗതിയിലൂടെയാണ് ഈ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലിവിങ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഒരു ലിവിങ് ഡോക്യുമെന്റ് ആണ്. കാരണം മക്കളെ, ഏതൊരു രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു നോക്കിയാലും അത് അന്ന് ഫോം ചെയ്ത്, എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഫോം ചെയ്ത് ഒരു 100-150 വർഷം അതേ രീതിയിൽ പോകില്ലടാ. കാരണം ആ ഒരു സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥയല്ല ഇന്ത്യയിൽ ഇപ്പം ഉണ്ടാവുക. ഒരു ബേസിക് നാച്ചുറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും, അത് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റില്ല. പക്ഷെ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആവുന്നത് പോലെ ഒബ്വിയസ്ലി നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. അതിനാണ് നമ്മൾ അമെൻമെന്റ്സ്, ഭേദഗതികൾ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലിവിങ് ഡോക്യുമെന്റ് ആണ്. ഓക്കെ, ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നോക്കിക്കേ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ദ നെസസിറ്റി ഓഫ് അമെൻഡിങ് ഇറ്റ് അക്കോർഡിംഗ് ടു ചേഞ്ചസ്. നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമുള്ള, അതിൽ ചേഞ്ചസ് ആവശ്യമുള്ള സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുന്നുണ്ട്. അതിനർത്ഥം തന്നെ എന്താ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റെഡി ആണടാ. എന്തിനു വേണ്ടിയാണ്? റെഡി ടു ആസ് എ പീരിയോഡിക് ചേഞ്ച്. നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആവുന്നത് പോലെ തന്നെ ആ പീരിയോഡിക് ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്വിയസ്ലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും എന്താണ്? റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ലേ. ആൻഡ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണാൻ ദർ ഈസ് എൻ ഫ്ലെക്സിബിലിറ്റി ഇൻ ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിൽ മക്കളെ, നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു റിജിഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല. ഇറ്റ്സ് എ മിക്സർ എന്ന് പറഞ്ഞാൽ മിക്സർ നമ്മൾ കുറിക്കുന്ന മിക്സർ അല്ല. ഇറ്റ്സ് എ മിക്സർ ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. റിജിഡിറ്റിയും ആണ്, ഫ്ലെക്സിബിളും ആണ്. കോൺസ്റ്റിറ്റ്യൂഷനിലെ കാര്യങ്ങൾ ഇന്റർപ്റ്റ് ചെയ്യാൻ പറ്റും, അത് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ആൻഡ് ദിസ് ഫാക്ടർ ഹാവ് മെയ്ഡ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഈ ഘടകങ്ങളൊക്കെ കൊണ്ട്, ഈ കാരണങ്ങളൊക്കെ കൊണ്ട് പറയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളതോ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ളതോ അല്ല. അത് എന്താണ്? ലിവ്ഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ. അതൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമുക്കുള്ളത്. അപ്പം പറഞ്ഞല്ലോ, കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റങ്ങൾ നമ്മൾ എങ്ങനെയാ കൊണ്ടുവരിക? അമെൻമെന്റ്സിലൂടെയാണ് ചേഞ്ചസ് കൊണ്ടുവരിക. എന്തിലൂടെയാണ്? അമെൻമെന്റ്സിലൂടെയാണ്. അപ്പൊ എന്താണ് അമെൻമെന്റ്സ്? കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏതെങ്കിലും കാര്യങ്ങൾ റിമൂവ് ചെയ്യാനോ എടുത്തൊഴിവാക്കാനോ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മോഡിഫൈ ചെയ്യാനോ ആണ് നമ്മൾ അമെൻമെന്റ്സ് യൂസ് ചെയ്യുക. പാർലമെന്റ് ഹാവ് ദ പവർ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർലമെന്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള എന്തുണ്ട്? പവർ കൂടെ ഉണ്ട്. ആൻഡ് ആർട്ടിക്കിൾ 368 ആണ് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുള്ളത്? മെൻഷൻ ചെയ്തിട്ടുള്ളത്. എവിടെയാണ്? ആർട്ടിക്കിൾ 368 ആണ്. അത് ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കും. ആർട്ടിക്കിൾ 368 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 368 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത്. മക്കളെ, പ്രധാനമായി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുക ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ,
അതിനർത്ഥം എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷനിലെ കറക്ഷൻസ്, ചേഞ്ചസ്, റിവിഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, ഇറ്റ്സ് എ ഫ്ലെക്സിബിൾ ഡോക്യുമെന്റ്. ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലെക്സിബിൾ എന്ന് മിസ് കുറെ നേരമായില്ലേ പറയുന്നേ. അപ്പൊ എന്താണ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്? ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതെന്താണ്? ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, ഈസിയാണ് അത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ടാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ക്യാരക്ടറിസ്റ്റിക്കും ഉണ്ട്. അതായത് റിജിഡും ഉണ്ട്, ഫ്ലെക്സിബിളും ഉണ്ട്. ചില കാര്യങ്ങൾ മാറ്റം വരുത്താൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചിലത് ഈസി ആയിട്ട് നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. ഓക്കെ, അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞു അമെൻഡ് ചെയ്യുന്നത് ഈ ഒരു കോണ്ടന്റ്സ് വെച്ചിട്ടാണ്. ഏതൊക്കെയാണെടാ? ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ടെക്നിക്കൽ അമെൻമെന്റ്സ് ഉണ്ട്, അത് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ. അടുത്തത് പൊളിറ്റിക്കൽ കോൺസെൻസസ്, അത് വെച്ചിട്ടുള്ള അമെൻമെന്റ്സ്. അതേപോലെ തന്നെ ഡിഫറിങ് ഇന്റർപ്രിട്ടേഷൻസ്. ഈ 3 കോണ്ടന്റ്സിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ചാപ്റ്ററിൽ. അപ്പൊ നമുക്ക് ഇന്നത്തെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്തൊരു സെക്ഷനിൽ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതേപോലെ തന്നെ മക്കൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനോ, മിസ് ഇതൊന്ന് കോണ്ടന്റ് ചെയ്തു തന്നാൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ മനസ്സിലാകുമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ആ വീഡിയോ ആയിട്ട് മിസ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ലവ് ഇറ്റ്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.